മഹാഭാരതത്തിൽ സുന്നത്ത് കല്യാണമില്ല. അതുകൊണ്ട് ഇത് ഒരു വീട്ടിലും മഹാഭാരതം കയറ്റരുതെന്നാണ് നമ്മൾ അഭിനവ വിജ്ഞാന ഭണ്ഡാകാരമായിട്ടുള്ള ഡോക്ടർ സുനിൽ പി ഇളയിടം പറയുന്നത്. അദ്ദേഹം നല്ല പ്രഭാഷകനാണ്, അദ്ദേഹത്തിനൊരു ഓഡിയൻസ് ഉണ്ട്, ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസറാണ്, പുസ്തകം എഴുതിയിട്ടുള്ള ആളാണ്, ഇങ്ങനെ ഒരുപാട് നല്ല ക്വാളിറ്റീസ് ഉള്ള ആളാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ PhD തീസിസ് ഡോക്ടർ MG ശശിഭൂഷൺ അടക്കമുള്ള ആളുകൾ പരിശോധിച്ച് അതിൽ പറ്റൂല എന്ന് പറഞ്ഞ് തീസിസ് തള്ളിക്കളഞ്ഞു. പിന്നെ എങ്ങനെയെങ്കിലും അദ്ദേഹത്തിന് തീസിസ് PhD കൊടുക്കണമെന്ന് പറഞ്ഞ് എസ് ശർമ്മ മന്ത്രിയുടെ നേതൃത്വത്തിൽ ആലുവ ഗസ്റ്റ് ഹൗസിൽ വെച്ച് നടന്ന ചർച്ചയിൽ അന്നത്തെ VC വിളിച്ചുകൂട്ടി കൃത്യമായി സുനിൽ പി ഇളയിടത്തിന് PhD കൊടുക്കണം, കാരണം അദ്ദേഹം ദേശാമാനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, CPM സഹയാത്രികനും സഖാവുമാണ്, കൊടുക്കണമെന്ന് നിർബന്ധം പറഞ്ഞതിൻ്റെ ഭാഗമായി VC വേറൊരു കമ്മിറ്റിയെ വെച്ച് അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന് തീസിസ് കൊടുത്തത്, അദ്ദേഹത്തെ PhD കിട്ടിയത്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് കോളേജിൽ അഡ്മിഷൻ, കാലടി സർവകലാശാലയിൽ, സംസ്കൃത സർവകലാശാലയിൽ അഡ്മിഷൻ കിട്ടുന്നതും വളരെ പ്രഗത്ഭനായിട്ടുള്ള UGC നെറ്റും അതുപോലത്തെ കാര്യങ്ങളൊക്കെ UGC പരീക്ഷയൊക്കെ പാസ്സായിട്ടുള്ള, അന്ന് എന്താണോ എലിജിബിലിറ്റി ഉള്ള എല്ലാ എലിജിബിലിറ്റിയും നേടിയിട്ടുള്ള രാജശേഖരൻ അദ്ദേഹം ഡോക്ടറായി പിന്നെ രാജശേഖരനെ മാതൃഭൂമിയിൽ വർക്ക് ചെയ്തു, അദ്ദേഹം നിരൂപനാണിപ്പോൾ. നിരൂപന S രാജശേഖരനെ പോലുള്ള ഏറ്റവും പ്രഗത്ഭമതികളായ ആളുകൾ ഉണ്ടായിട്ട് അവരെല്ലാം തള്ളിക്കൊണ്ട് ഏറ്റവും അവസാനം ഉണ്ടായിരുന്ന സുനിൽ പി ഇളയിടത്തിനാണ് അവിടെ പോസ്റ്റ് കൊടുക്കുന്നത്. അതിനെതിരെ കേസായി, വലിയ പ്രശ്നങ്ങളായി. അത് ഞാൻ പറഞ്ഞ സാന്ദർഭ്യമായിട്ട് സുനിൽ പി ഇളയിടത്തിൻ്റെ ഒരു ക്വാളിറ്റി പറയാൻ, ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റി പറയുമ്പോൾ ഒരു ഇൻറ്റഗ്രിറ്റി പറയണമല്ലോ, അതിനുവേണ്ടി ഞാൻ പറഞ്ഞതാണ്. ജീവിതം മുഴുവൻ കപടത്തരവും ജഗപുകയും കാപട്യവും കൊണ്ട് ജീവിച്ച് കാപട്യത്തിൽ PhD ചെയ്ത് കപടതയുടെ PhDയും കപടത കൊണ്ട് ജോലി നേടി പാർട്ടി പ്രവർത്തനവും സർക്കാരിൻ്റെയും ദേശാമാനി പ്രവർത്തനങ്ങളൊക്കെ കൊണ്ട് മാത്രം ജോലി കിട്ടിയ ഒരു മനുഷ്യൻ വന്നിരുന്നിട്ട് പുച്ഛിക്കുന്നത് മഹാഭാരതത്തെ പോലുള്ള കാര്യങ്ങളാണ്. മഹാഭാരതത്തിൽ പറയുന്നുണ്ട്, ഇതിലുള്ളത് ലോകത്ത് പലയിടത്തും കാണാം, എന്നാൽ ഇല്ലാത്തത് എവിടെയും കാണാനാകില്ല എന്ന് ഒരു സെന്റൻസ് പറയുന്നുണ്ട് അതിനകത്ത്. ഒരു മഹാഭാരതം പോലുള്ളൊരു ഇതിഹാസം എഴുതുമ്പോൾ ആ ഇതിഹാസം എഴുതിയ വ്യാസമുനിക്ക് അതൊരു വ്യാസ പരമ്പര ഉണ്ടെന്നാണ് പറയുന്നത്. ആ പരമ്പരയിൽപ്പെട്ടവർ എഴുതുമ്പോൾ അതിൻ്റെ ഒരു സൗന്ദര്യത്തിന് വേണ്ടി, ഒരു മനോഹാരിതയ്ക്ക് വേണ്ടി വളരെ വളരെ കൃത്യമായി കാര്യങ്ങൾ എഴുതാറുണ്ട്. അതിൻ്റെ ആഴം മനസ്സിലാക്കാൻ വേണ്ടി, ഒരു കൃതിയുടെ ആഴം മനസ്സിലാക്കാൻ വേണ്ടി. ആനയെപ്പോലെ വലിപ്പമുണ്ടെന്ന് പറഞ്ഞാൽ ആന എന്നല്ല അർത്ഥം, കടലോളം ആഴമുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കടലെന്നല്ല, അങ്ങനെ ഒരു അർത്ഥമില്ല. അപ്പോ കടലും കടലാടിയും ഒന്നാണെന്ന് ധരിക്കുന്ന സുനിൽ പി ഇളയിടത്തിനെ പോലുള്ളവർ കടലിലും കട എന്നു, കടലാടിയിലും കട എന്ന വാക്കുണ്ട്, അതുകൊണ്ട് രണ്ടും ഒന്നാണെന്ന് ധരിക്കുന്ന ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ മഹാഭാരതത്തേക്ക് തെറി പറയുമ്പോൾ ഇദ്ദേഹത്തിന് ഇവിടെ ജീവിച്ചിരിക്കാൻ കഴിയുന്നത് ഹിന്ദുക്കളുടെ സഹിഷ്ണുത പഠിച്ചൊരു സനാതന ധർമ്മം പഠിച്ചവരോടുള്ളത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് സനാതന ധർമ്മത്തിന് ഇത്രയും പ്രാധാന്യം വരുന്നതെന്ന് ചോദിച്ചാൽ, ക്ഷമയുടെയും പിന്നെ അപരന്റെ ശബ്ദം കേൾക്കുവാനും അവർക്ക് പറയാനുള്ളത് പറയുവാനും ഒക്കെ കഴിയട്ടെ എന്ന് പറയുന്ന രീതിയിലാണ്. അതുകൊണ്ടാണല്ലോ ശ്രീരാമചന്ദ്രൻ ചോദിക്കുന്നത് ഭരതനോട്, ഹേ ശ്രീരാമചന്ദ്ര, രാജ്യത്ത് എല്ലാവർക്കും സുഖമാണോ എന്ന് ചോദിക്കുന്ന കൂട്ടത്തിൽ ആദ്യം ചോദിക്കുന്നത്, ചാർവാഹക സംഘത്തിന് സുഖമാണോ, നിങ്ങൾ അവരുടെ കാര്യങ്ങൾ നോക്കാറുണ്ടോ രാജൻ, സഹോദര രാജാവേ നിങ്ങൾ നോക്കാറുണ്ടോ, ചാർവാഹകന്മാരുടെ കാര്യം നിങ്ങൾ ക്ഷേമം അന്വേഷിക്കാറുണ്ടോ എന്ന് ചോദിക്കുന്ന രാമന്റെ രാജ്യമായതുകൊണ്ടാണ് സുനിൽ പി ഇളയിടം നിങ്ങൾക്കിവിടെ ജീവിക്കാനും ഇങ്ങനെയൊക്കെ പച്ചയ്ക്ക് പുച്ഛത്തോടുകൂടി ഒരു ഇതിഹാസ ചരിത്രത്തെ നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത്. നിങ്ങൾ ഏറ്റവും കുറഞ്ഞത് കോടിക്കണക്കിന് ജനങ്ങൾ വായിക്കുന്ന പിന്തുടരുന്ന ഒരു ഗ്രന്ഥമല്ലേ, അതിനെ നിങ്ങൾ പിന്തുടർന്നില്ലെങ്കിൽ കുഴപ്പമില്ല, പരിഹസിക്കാമോ, പുച്ഛിക്കാമോ, താങ്കൾക്ക് ചിലപ്പോൾ ചില കയ്യടി കിട്ടും, കൂടുതൽ വേദികൾ കിട്ടും, പുളിപ്പും തെങ്ങലും പറയുന്നതാണ്. താങ്കളുടെ പ്രഭാഷണങ്ങൾ ധാരാളമായി ഞാൻ കേട്ടിട്ടുള്ള ആളാണ്. ഒരു കാലഘട്ടത്തിൽ താങ്കൾ ഒരിടത്തും മാർക്സിസം പറയാറില്ല, ലെനിനിസം പറയാറില്ല, യുക്തിവാദം പറയാറില്ല, താങ്കൾ ഒരിടത്ത് പോലും താങ്കൾ എന്ത് പറയാറില്ല, വൈരുദ്ധ്യാത്മക ഭൗതികവാദം പറയാറില്ല, സോഷ്യലിസം പറയാറില്ല, ജനാധിപത്യം പറയാറില്ല. താങ്കൾ പറഞ്ഞു വരുന്നത് മുഴുവൻ ഒന്നുകിൽ രാമായണത്തെ കുറെ തെറി പറയും, അല്ലെങ്കിൽ മഹാഭാരതത്തെ തെറി പറയും, അല്ലെങ്കിൽ മുനിമാരെ തെറി പറയും, മഹർഷിമാരെ പറയും, അല്ലെങ്കിൽ ഭാരത സംസ്കാരത്തെ തള്ളിപ്പറയും, അല്ലെങ്കിൽ സനാതന ധർമ്മത്തെ തള്ളിപ്പറയും. ഇതാണ് അതിന് താങ്കൾക്ക് കയ്യടിയും കിട്ടും, വേദികളും കിട്ടും. എത്ര പരമ പുച്ഛമായിട്ടാണ് താങ്കൾ ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ആദ്യം സ്വന്തമായൊരു ഇൻറ്റഗ്രിറ്റി ഉണ്ടോ? ഇല്ല. അതിനെ സംബന്ധിച്ച് ഞാൻ എൻ്റെ വാദമോ തർക്കമൊന്നുമല്ല, ഇതൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ കൃത്യമായി കിടപ്പുണ്ട്. താങ്കളുടെ PhD യെക്കുറിച്ചും
താങ്കളുടെ പിന്നെ അവിടുത്തെ ജോലിയെക്കുറിച്ചുമൊക്കെ വളരെ കൃത്യമായി സോഷ്യൽ മീഡിയയിൽ ധാരാളം വീഡിയോകൾ പല ചാനലുകളും യൂട്യൂബ് ചാനലുകളും സാറ്റലൈറ്റ് ചാനലുകളും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കോട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ പലതും. മാത്രമല്ല താങ്കൾ അങ്ങനെ ചെയ്യാമോ? ഈ ഇടയ്ക്ക് താങ്കൾ പറഞ്ഞിരിക്കുന്നത് സുന്നത്ത് കല്യാണം ഇതിനകത്ത് ഇല്ലാത്തത് കൊണ്ട് അത് മഹാഭാരതത്തിലില്ല. ഓക്കെ, അതുവരെ താങ്കൾ പറഞ്ഞാലും നമുക്ക് സഹിക്കാം. പക്ഷെ അതുകൊണ്ട് ഇതൊരു വീട്ടിലും കയറ്റരുതെന്ന് പറയുമ്പോൾ താങ്കളുടെ ലക്ഷ്യം വേറെയാണ്, താങ്കളുടെ ചർച്ച വേറെയാണ്, അജണ്ട വേറെയാണ്. താങ്കളൊരു സുന്നത്തുകാരനാണെന്ന് വേണ്ടി ചിന്തിക്കേണ്ടി വരും. താങ്കൾക്ക് സുന്നത്ത് നടത്തേണ്ടതുണ്ടെങ്കിൽ സുന്നത്ത് നടത്തുക. ഇനി സുന്നത്തുകാരെ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ പ്രൊമോട്ട് ചെയ്യുക. അതൊന്നും ഒരു വിഷയമല്ല ഇവിടെ. അതിൽ ജാതിയും മതവും വർഗമൊന്നുമില്ല. പക്ഷേ താങ്കൾ മഹാഭാരതത്തെ വിട്ടുപിടിക്കൂ, രാമായണത്തെ വിട്ടുപിടിക്കൂ. രാമൻ സീതയെ ഉപേക്ഷിച്ച് എന്തിനെന്ന് വളരെ കേവലാർത്ഥത്തിൽ ചോദിക്കുമ്പോൾ താങ്കൾ ഒരു PhD കാരനാണെങ്കിൽ അതിനു മുമ്പ് ഒരു MA എടുത്തിരിക്കണമല്ലോ. അങ്ങനെ ഒരു MA എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു BA എടുക്കണമല്ലോ. അങ്ങനെ BA യും MA യും PhD ഒക്കെ ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ താങ്കൾ മന്ദബുദ്ധിയാണോ, മരപ്പൊട്ടനാണോ? എന്താണ് ഒരു കഥ എഴുതിയാൽ, ഒരു കഥാകാരൻ ഒരു കഥ എഴുതിയാൽ, ഒരു സാഹിത്യകാരൻ ഒരു സാഹിത്യം എഴുതിയാൽ, ഒരു നോവലിസ്റ്റ് ഒരു നോവൽ എഴുതിയാൽ, ഒരു കവി ഒരു കവിത എഴുതിയാൽ അതിൻ്റെ വാച്യാർത്ഥവും വ്യംഗ്യാർത്ഥവും എന്ന് അറിയാത്ത ആളാണോ താങ്കൾ? വാച്യാർത്ഥമാണോ നമ്മൾ എടുക്കുന്നത്, വ്യംഗ്യാർത്ഥമാണോ എടുക്കുന്നത്, അതിലെ സന്ദേശമാണോ എടുക്കുന്നത്, അതിലെഴുതിയിരിക്കുന്ന വരികളുടെ വാക്കുകളാണോ നമ്മൾ എടുക്കുന്നത്? എന്താണ് മനുഷ്യ താങ്കൾ ഇങ്ങനെ ആയിപ്പോയത്? താങ്കളെക്കുറിച്ച് 1-2 വീഡിയോസ് ചെയ്യേണ്ടി വന്നു. വീണ്ടും ഇത് പറയേണ്ടി വരുന്നത് ജനകോടികൾ വിശ്വസിക്കുന്ന ബഹുമാനിക്കുന്ന ഝാർഖണ്ഡിൽ ഗവൺമെന്റ് തന്നെ മഹാഭാരതവും ഭഗവത്ഗീതയൊക്കെ പഠിക്കാൻ ഏർപ്പാടാക്കിയിരിക്കുന്നു സ്കൂൾ കുട്ടികൾക്ക്. ലോകത്ത് ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിയിലടക്കമുള്ള നിരവധി യൂണിവേഴ്സിറ്റികളിൽ കുട്ടികൾ, സിംഗപ്പൂരിലും അതുപോലെ ഹാർഡ്വാർഡാണല്ലോ വളരെ പ്രധാന യൂണിവേഴ്സിറ്റിയിലുമൊക്കെ മഹാഭാരതവും പിന്നെ ഭഗവത്ഗീതയൊക്കെ പഠിപ്പിക്കുന്നു. ബോംബെയിലെയും അതുപോലെ ഇന്ത്യയിലെ എല്ലാ IIT-കളിലും ഒരു മാനേജ്മെന്റിന് പഠിക്കാനുള്ള പേപ്പറുകളിൽ പല ചാപ്റ്ററുകൾ മഹാഭാരതത്തിലെയും ഭാഗവതത്തിലെയും നമ്മുടെ ഭഗവത്ഗീതയുടെയും അർജുന കൃഷ്ണ സംവാദമൊക്കെ ഉണ്ട്. അങ്ങനെ അത് ഈ സംഘിയും RSSും അല്ലെങ്കിൽ BJPയും പിന്നെ മോഡിയും ഒന്ന് വന്നതിന് ശേഷമല്ല, സ്വതന്ത്ര കേരളത്തിൽ തന്നെ, സ്വതന്ത്ര ഭാരതത്തിൽ തന്നെ ഇതെല്ലാം നിലവിലുണ്ട്. നമ്മുടെ ഭരണഘടനയിലുണ്ടല്ലോ രാമന്റെ ചിത്രം, ഭരണഘടനയിലുണ്ടല്ലോ ലക്ഷ്മണന്റെ ചിത്രം, ഭരണഘടനയിലുണ്ടല്ലോ സീതയുടെ ചിത്രം. അത് കത്തിച്ചു കളയാൻ പറയുമോ നിങ്ങൾ? എന്തൊരു വിവരക്കേടാണ് നിങ്ങൾ ഈ പറയുന്നത്, എന്ത് തോന്നിയവാസമാണ് പറയുന്നത്. താങ്കളെക്കുറിച്ച് വീണ്ടും പറയേണ്ടി വന്നതിൽ വേദനയുണ്ട്. താങ്കൾ തിരുത്തുമെന്ന് കരുതുന്നു. പലവട്ടം താങ്കൾ ഇത് ആവർത്തിച്ചു. ഈ മഹാഭാരതത്തെ തള്ളിപ്പറയലും രാമായണത്തെ തള്ളിപ്പറയലും ഇന്ത്യയിലെ സനാതന ധർമ്മത്തെ തള്ളിപ്പറയലും മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയോ താങ്കൾ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണങ്ങൾക്ക് വേണ്ടിയോ താങ്കൾ പണിയെടുത്തോളൂ. താങ്കൾക്ക് ഇങ്ങനെ അവിഹിതത്തിലൂടെ ജോലി വാങ്ങിച്ചു തന്നപ്പോൾ, താങ്കളുടെ അവിഹിതമായ ചവറ്റുകുട്ടയിൽ വലിച്ചെറിയേണ്ട PhD തീസിസിന് അവാർഡ് തന്നപ്പോൾ താങ്കൾക്കൊരു കടപ്പാട്, തീർത്താലും തീരാത്തൊരു കടപ്പാട് കാണും. ആ കടപ്പാട് താങ്കൾ തീർക്കേണ്ടത് ഇങ്ങനെയല്ല, മാർക്സിസം പ്രചരിപ്പിച്ചുകൊണ്ടായിരിക്കണം, കമ്മ്യൂണിസം പ്രചരിപ്പിച്ചുകൊണ്ടായിരിക്കണം, അതുപോലെ തന്നെ താങ്കൾ വൈരുദ്ധ്യാത്മ ഭൗതികവാദം പ്രചരിപ്പിച്ചുകൊണ്ടായിരിക്കണം. അല്ലാതെ മഹാഭാരതത്തെയും രാമായണത്തെയും തെറി വിളിച്ചും തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചുകൊണ്ടല്ല എന്ന് വളരെ വിനയപൂർവ്വം സ്നേഹത്തോടെ സന്തോഷത്തോടെ ഒരിക്കൽ കൂടി താങ്കളെ ഓർമ്മിപ്പിക്കുന്നു.